മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും 1000 വർഷത്തോളമുള്ള പഴമയുടെ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം. ഒരു നാടിന്റെ പാരമ്പര്യവും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന ഈ ദേവാലയത്തിൽ പരമശിവനും പാർവതീദേവിയും സുബ്രഹ്മണ്യനും ഗണപതിയും സ്വയംഭൂവായി ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. നിരവധി കൊത്തുപണികളും ചുവർചിത്രങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ബലിക്കൽപുരയുടെ മുകളിൽ രാമായണം ചിത്രരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മുൻപ് വടക്കുംകൂർ രാജ്യത്തിന്റെ കീഴിലായിരുന്ന കൂത്താട്ടുകുളം 1750-ലാണ് ശ്രീ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർക്കുന്നത്. ശേഷം മാർത്താണ്ഡവർമ്മയുടെ ദളവയായ രാമയ്യൻ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ അപൂർവം ശിവകുടുംബ ക്ഷേത്രങ്ങളിലൊന്നും ചരിത്രപരമായും സാംസ്കാരികപരമായും ഒട്ടനവധി പ്രത്യേകതകളുമുള്ള ഈ ദേവാലയം ഇന്ന് ജീർണാവസ്ഥയിലാണ്. ഈ അവസ്ഥ കണക്കിലെടുത്ത് 2019 ഡിസംബർ 2-ന് ഈ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷേത്രം എന്നതിലുപരി കേരളീയ ശില്പകലാ ശൈലിയുടെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്നായ ഇവിടം ദേവസ്വം ബോർഡ് പുനർനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വീണ്ടും വർഷങ്ങൾ കഴിയുന്നു.